രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരീരം തളർന്നിട്ടും നിങ്ങളുടെ മനസ്സ് മാത്രം എന്തുകൊണ്ടാണ് ഉറങ്ങാത്തതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധമോ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടിയോ അല്ലെങ്കിൽ യാതൊരു അർത്ഥവുമില്ലാത്ത നൂറുകൂട്ടം ചിന്തകളോ നിങ്ങളുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യുന്ന ആ നിമിഷങ്ങളെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കൂ. നിർത്താൻ ശ്രമിക്കും തോറും കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുന്ന തിരമാലകൾ പോലെയാണ് നമ്മുടെ ചിന്തകൾ. ഒന്ന് സമാധാനമായി ഇരിക്കാൻ സമ്മതിക്കില്ലേ എന്ന് സ്വന്തം മനസ്സിനോട് തന്നെ ചോദിച്ചു പോകുന്ന അവസ്ഥ. ഇതൊരസുഖമല്ല, മറിച്ച് മനുഷ്യസഹജമായ ഒരവസ്ഥയാണ്. ഇതിനെയാണ് മങ്കി മൈൻഡ് അഥവാ കുരങ്ങൻ മനസ്സ് എന്ന് പണ്ടുകാലം മുതലേ വിളിച്ചുപോരുന്നത്. ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്ന കുരങ്ങനെപ്പോലെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സ് ചാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ചാട്ടം നമുക്ക് നൽകുന്നത് ഉത്കണ്ഠയും സങ്കടവും മാത്രമാണ്. നാം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, എന്നാൽ നമ്മൾ ചെയ്യുന്നത് മനസ്സിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. എന്നാൽ ചിന്തകളെ യുദ്ധം ചെയ്തു തോൽപ്പിക്കാൻ കഴിയില്ലെന്നും അവയെ മനസ്സിലാക്കി മെരുക്കിയെടുക്കുകയാണ് വേണ്ടതെന്നും 2500 വർഷങ്ങൾക്ക് മുൻപ് ഗൗതമബുദ്ധൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബുദ്ധനെന്നത് കേവലം ഒരു മതപരമായ ബിംബമല്ല, മറിച്ച് മനുഷ്യമനസ്സിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും കൃത്യമായി അപഗ്രഥിച്ച ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം. അനാവശ്യ ചിന്തകളെ നീക്കം ചെയ്യാനും മനസ്സിനെ തെളിഞ്ഞ വെള്ളം പോലെ ശാന്തമാക്കാനും ബുദ്ധൻ നിർദ്ദേശിച്ച 5 പ്രായോഗിക വഴികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് കേവലം അറിവല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന പരിശീലനമാണ്. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. സമാധാനം ആഗ്രഹിക്കുന്ന, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ നമുക്കിടയിലുണ്ട്. ഈ അറിവ് അവരിലേക്കും എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ എനിക്ക് എന്റെ മനസ്സിനെ ശാന്തമാക്കണം എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഇത് ആവശ്യമുള്ള മറ്റൊരാളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ബുദ്ധൻ പറഞ്ഞ ആ 5 വഴികളിലേക്ക് കടക്കാം. ഒന്നാമത്തെ വഴി സാക്ഷിഭാവം അഥവാ ചിന്തകളെ വെറുതെ നിരീക്ഷിക്കുക. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ ചിന്തകളോടൊപ്പം ഒഴുകിപ്പോവുക എന്നതാണ്. ഉദാഹരണത്തിന്, നാളത്തെ ഇന്റർവ്യൂവിനെക്കുറിച്ച് ഒരു ചിന്ത വരുന്നു. ഉടനെ നമ്മൾ അതിൽ പിടിക്കുന്നു. എനിക്ക് ജോലി കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും? എന്റെ ഭാവി എന്താകും? എന്നിങ്ങനെ കാടുകയറി ചിന്തിക്കുന്നു. ഇവിടെ ബുദ്ധൻ പറയുന്നത് സാക്ഷിഭാവം ശീലിക്കാനാണ്. എന്താണ് സാക്ഷിഭാവം? നിങ്ങൾ തിരക്കുള്ള ഒരു റോഡിന്റെ അരികിൽ നിൽക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക. റോഡിലൂടെ കാറുകളും ബസ്സുകളും ചീറിപ്പായുന്നുണ്ട്. നിങ്ങളൊരിക്കലും ആ വണ്ടികളുടെ പിന്നാലെ ഓടില്ല. പകരം റോഡരികിൽ നിന്ന് അവ പോകുന്നത് വെറുതെ നോക്കി നിൽക്കും. ഇതുപോലെയാണ് ചിന്തകളെയും കാണേണ്ടത്. നിങ്ങളുടെ മനസ്സ് ആ റോഡാണ്, ചിന്തകൾ അതിലൂടെ പോകുന്ന വാഹനങ്ങളും. നിങ്ങൾ ചെയ്യേണ്ടത് ആ വാഹനത്തിൽ കയറുകയല്ല, മറിച്ച് റോഡരികിൽ നിന്ന് അതിനെ നോക്കിക്കാണുകയാണ്. ഓ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, എനിക്കിപ്പോൾ പേടി തോന്നുന്നുണ്ട് എന്ന് സ്വയം പറയുക. ഞാൻ ദേഷ്യക്കാരനാണ് എന്നല്ല, എനിക്ക് ദേഷ്യമെന്ന വികാരം അനുഭവപ്പെടുന്നുവെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എപ്പോഴാണോ ചിന്തകളിൽ നിന്ന് മാറി നിന്ന് അവയെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ അവയുടെ ശക്തി കുറയാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു ചിന്തയ്ക്കും തനിയെ നിലനിൽക്കാനാവില്ല. നിങ്ങൾ അതിന് ശ്രദ്ധ കൊടുക്കുമ്പോൾ മാത്രമാണത് വളരുന്നത്. ഒരു സാക്ഷിയായി നോക്കി നിന്നാൽ കാർമേഘങ്ങൾ കാറ്റിൽ നീങ്ങുന്ന പോലെ ആ ചിന്തകൾ വരികയും പോവുകയും ചെയ്യും. ഓർക്കുക, നിങ്ങൾ ആകാശമാണ്, ചിന്തകൾ വെറും മേഘങ്ങൾ മാത്രം. മേഘങ്ങൾ കറുത്തതായാലും വെളുത്തതായാലും ആകാശത്തിനൊന്നും സംഭവിക്കില്ല. രണ്ടാമത്തെ വഴി പ്രതിപക്ഷഭാവന അഥവാ വിപരീത ചിന്തകളെ സ്ഥാപിക്കുക. ചില സമയങ്ങളിൽ വെറുതെ നോക്കി നിന്നാലും ചിന്തകൾ പോവില്ല. അവ നമ്മളെ വല്ലാതെ ശല്യം ചെയ്യും. ഇവിടെയാണ് ബുദ്ധൻ രണ്ടാമത്തെ തന്ത്രം ഉപദേശിക്കുന്നത്. ഒരു മരപ്പണിക്കാരൻ പഴയ ഒരു ആണിപ്പഴുത് അടയ്ക്കാൻ പുതിയ ഒരു ആണിയടിച്ചു കയറ്റുന്നതുപോലെ മോശം ചിന്തകളെ മാറ്റാൻ നല്ല ചിന്തകളെ ഉപയോഗിക്കുക. നമ്മുടെ മനസ്സിന് ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ ശ്രദ്ധിക്കാൻ കഴിയൂ. ഒരേ സമയം നിങ്ങൾക്ക് പോസിറ്റീവാകാനും നെഗറ്റീവാകാനും കഴിയില്ല. അപ്പോൾ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ഒരു ചിന്ത വന്നാൽ ഉടനെ സ്നേഹം തോന്നുന്ന മറ്റൊരു ചിന്തയെ കൊണ്ടുവരിക. ഉദാഹരണത്തിന്, ഒരാളോട് നിങ്ങൾക്ക് കടുത്ത ദേഷ്യം തോന്നുന്നുവെന്ന് കരുതുക. ആ ദേഷ്യത്തെ മനസ്സിലിട്ട് പെരുപ്പിക്കുന്നതിനു പകരം ആ വ്യക്തി ചെയ്ത നല്ലൊരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരാളുടെ മുഖമോ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതൊരു തമാശയായി തോന്നാം, പക്ഷേ ഇത് മനഃശാസ്ത്രപരമായി വളരെ ഫലപ്രദമാണ്. ഭയം വരുമ്പോൾ ധൈര്യം പകരുന്ന ഓർമ്മകളെ വിളിക്കുക. അസൂയ വരുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുക. ഇരുട്ടിനെ മാറ്റാൻ ഇരുട്ടിന് കഴിയില്ല, വെളിച്ചത്തിനെ കഴിയൂ. അതുപോലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ പോസിറ്റീവ് ചിന്തകളെ ബോധപൂർവം മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. ഇത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ശീലിച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ സ്വിച്ച് നിങ്ങളുടെ കൈയിലാകും. മൂന്നാമത്തെ വഴി അവഗണന അഥവാ ശ്രദ്ധ നൽകാതിരിക്കുക. ചില ചിന്തകൾ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും. നമ്മൾ എന്തു ചെയ്താലും അത് മാറില്ല. അങ്ങനെയുള്ളപ്പോൾ ബുദ്ധൻ നൽകുന്ന ഉപദേശം ലളിതമാണ്: അവഗണിക്കുക. ഇതിനൊരു ഉദാഹരണം പറയാം.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ശല്യം ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത ഒരു അതിഥി വന്നു എന്ന് കരുതുക. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ നിന്നാലോ അവരോട് തർക്കിക്കാൻ നിന്നാലോ അവർ അവിടെ തന്നെയിരിക്കും. എന്നാൽ നിങ്ങൾ അവരെ പൂർണ്ണമായും അവഗണിച്ച് നിങ്ങളുടെ ജോലിയിൽ മുഴുകിയാൽ എന്ത് സംഭവിക്കും? കുറച്ചുനേരം നോക്കിയിട്ട് അവർ തനിയെ ഇറങ്ങിപ്പോകും. ചിന്തകളും ഇതുപോലെയാണ്. അവയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. എന്നെ ശ്രദ്ധിക്കൂ, എന്നെ പേടിക്കൂ എന്നത് പറയും. നിങ്ങളത് കേൾക്കാത്ത ഭാവം നടിക്കുക. കണ്ണുകളടച്ച് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന മനോഭാവത്തോടെ ഇരിക്കുക. അനാവശ്യമായ ചിന്തകൾ വരുമ്പോൾ അതിന് ഊർജ്ജം കൊടുക്കാതെ നിങ്ങളുടെ ശ്വാസത്തിലേക്കോ ചെയ്യുന്ന ജോലിയിലേക്കോ ശ്രദ്ധ തിരിക്കുക. തീയിൽ എണ്ണയൊഴിച്ചാൽ അത് ആളിക്കത്തും, ഒന്നും ഒഴിച്ചില്ലെങ്കിൽ അത് കെട്ടുപോകും. ചിന്തകൾക്ക് ശ്രദ്ധ എന്ന ഇന്ധനം കൊടുക്കാതിരിക്കുക. 4ാമത്തെ വഴി, വേരുകൾ അന്വേഷിക്കുക. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ രീതിയാണ്. ഒരു ചിന്ത നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്ന് ഓടിപ്പോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ചിന്ത വരുന്നത് എന്ന് ചോദിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നാളത്തെ മീറ്റിംഗിനെക്കുറിച്ച് ആധി തോന്നുന്നു. ഉടനെ സ്വയം ചോദിക്കുക, എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? ഉത്തരം ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റുമോ എന്ന പേടി എന്നാകും. വീണ്ടും ചോദിക്കുക, തെറ്റുപറ്റിയാൽ എന്തു സംഭവിക്കും? ഉത്തരം മറ്റുള്ളവർ കളിയാക്കും എന്നാകാം. വീണ്ടും ചോദിക്കുക, കളിയാക്കിയാൽ എന്റെ ജീവിതം അവസാനിക്കുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചിന്തയുടെ വേരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. നിങ്ങളുടെ ഭൂരിഭാഗം പേടികളും അർത്ഥശൂന്യമാണ്. ഒരു ചെറിയ നിഴലിനെ കണ്ട് ഭൂതമാണെന്ന് പേടിക്കുന്ന കുട്ടിയെപ്പോലെയാണ് നമ്മുടെ മനസ്സ്. വെളിച്ചമടിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ലെന്ന് മനസ്സിലാകും. ചിന്തകളെ വിശകലനം ചെയ്ത് അതിന്റെ മുന ഒടിച്ചുകളയുക. കാരണം അറിയാത്ത കാര്യങ്ങളെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഭയം മാറും. ഇവിടെ ഒരു നിമിഷം നിർത്താം. നമ്മൾ 4 വഴികൾ പിന്നിട്ട് കഴിഞ്ഞു. 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വഴിയിലേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ശാന്തനാകും എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. 5ാമത്തെ വഴി, ശരീരത്തെയും ശ്വാസത്തെയും നിയന്ത്രിക്കുക. മനസ്സും ശരീരവും രണ്ടല്ല, ഒന്നാണ്. മനസ്സ് കലുഷിതമാകുമ്പോൾ നമ്മുടെ ശ്വാസം വേഗത്തിലാകുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു. തിരിച്ചും ഇത് സത്യമാണ്. ശ്വാസം നിയന്ത്രിച്ചാൽ മനസ്സിനെയും നിയന്ത്രിക്കാം. ചിന്തകൾ കാടുകയറുമ്പോൾ ബുദ്ധൻ നിർദ്ദേശിക്കുന്നത് നാക്കിൽ പല്ലമർത്തി വായ അടച്ച് ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഇത് കേവലം യോഗയല്ല. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വർത്തമാനകാലത്തിലേക്ക് തിരിച്ചുവരികയാണ്. മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലോ ഭാവിയിലോ ആയിരിക്കും സഞ്ചരിക്കുന്നത്. എന്നാൽ ശരീരം എപ്പോഴും വർത്തമാനകാലത്താണ്. അതുകൊണ്ട് ചിന്തകൾ നിയന്ത്രണാതീതമാകുമ്പോൾ പതുക്കെ ദീർഘശ്വാസമെടുക്കുക. വായു ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. ഈ ലളിതമായ പ്രവൃത്തിക്ക് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ അത്ഭുതകരമായ കഴിവുണ്ട്. ചിന്തകളുടെ കൊടുങ്കാറ്റിൽ പെട്ടുപോകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നങ്കൂരമാണ് നിങ്ങളുടെ ശ്വാസം. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. സുഹൃത്തുക്കളെ, മനസ്സിനെ ശാന്തമാക്കുക എന്നത് ഒറ്റരാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതൊരു ശീലമാണ്. ജിമ്മിൽ പോയി മസിലുണ്ടാക്കുന്നതുപോലെ ദിവസവും പരിശീലിച്ച് നേടിയെടുക്കേണ്ട ഒന്നാണ് മാനസികാരോഗ്യം. ബുദ്ധൻ പറഞ്ഞ ഈ 5 വഴികൾ: ചിന്തകളെ സാക്ഷിയായി നിരീക്ഷിക്കുക, നല്ല ചിന്തകൾ കൊണ്ട് ചീത്ത ചിന്തകളെ മാറ്റുക, അനാവശ്യമായതിനെ അവഗണിക്കുക, ചിന്തകളുടെ കാരണം അന്വേഷിക്കുക, ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി, മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഓർക്കുക, നിങ്ങളുടെ മനസ്സിന്റെ യജമാനൻ നിങ്ങളാണ്, അടിമയല്ല. ആ നിയന്ത്രണം തിരിച്ചെടുക്കാനുള്ള സമയമാണിത്. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശട്ടെ. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.